ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? വളാഞ്ചേരിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളാഞ്ചേരിയിലും പരിസരത്തുള്ള അവസ്ഥ എന്താ? മൊത്തത്തിലുള്ള ലോകത്തുള്ള ഖുതുബുൽ അഖ്താബുകളൊക്കെ ഈ വളാഞ്ചേരിയിലും ഇതിൻ്റെ പരിസരത്തുമാണ്. ഖുതുബുൽ അഖ്താബ്, ഖുതുബുസ്സമാന്, അങ്ങനെ കുറേ പേരുകൾ, ഏറ്റവും നല്ല പേരുകൾ. ആ പേര് അതൊക്കെ PSK ഉസ്താദ് അവകാശപ്പെടുകയാണ് നിൽക്കുക. അല്ലെങ്കിൽ ഇത് റഷീദ് ബാക്കവി ഉസ്താദ് പറയുന്നുണ്ട്, ഓലൊക്കെ ഖുതുബുൽ അഖ്താബ് നമ്മൾ വകവെച്ച് കൊടുക്കുകയുള്ളൂ. എന്നാലും ഇത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ചുരുക്കുണ്ട്. 40 കൊല്ലം ദർസിറത്തിയാൽ 40 കൊല്ലം 10-15 കൊല്ലം ദർസിൽ പഠിച്ച ഉലമാക്കൾ പഠിച്ച് പിന്നെ 40-45 കൊല്ലം കുട്ടികൾക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ ഫിഖ്ഹും അഖീദും ദർസ് നടത്തി വലിയ ഇരുത്തമിരുന്ന ഉലമാക്കളാണ് അവരൊക്കെ. ഓല് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ ഒരു ചന്തണ്ട്. നിങ്ങൾ നോക്കണം, അതൊന്നുമില്ലാതെ റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഖുതുബുസ്സമാന എന്ന് പറയുമ്പോൾ ഓൻ പറ, ഞാൻ ഞങ്ങൾ പറയല്ലേ ജാനം ഉണ്ടായിരിക്കും ഇജ്ജ് ഖുതുബുസ്സമാൻ തന്നെയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എനിക്കിതിൽ കുറച്ച് പറയുവാനുണ്ട്. ഇത് ഒരു ആദർശ സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു പ്രോഗ്രാമിൽ നിന്നുള്ളതുമാണ്. ഇവിടെ പറയുന്നത്, ഇപ്പോൾ വളാഞ്ചേരിയിലൊക്കെ കുറേ ഖുതുബുൽ അഖ്താബുമാരും അതുപോലെയുള്ള ആളുകൾ കുറേ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇതൊക്കെ ഷിയായിസാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറയുന്ന ഏതോ കോച്ചറായിനൊക്കെയാണ് ഖുതുബുൽ അഖ്താബ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു 10-40 കൊല്ലം ദർസോതി പഠിച്ച് പിന്നെ ദർസൊക്കെ നടത്തിയോലെയാണെങ്കിൽ അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു സുഖമല്ല. പിന്നെ അതേപോലെ തന്നെ അള്ളാഹു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയാതെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ പകരം മുഹമ്മദ് ഹസനി ഇത്രയും കാലങ്ങളൊപ്പം ഉണ്ടായിരുന്നല്ലേ, ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല അല്ലേ? അതുപോലെ തന്നെ പകരം മുഹമ്മദ് ഹസനിയിലൂടെ തുടങ്ങി മറ്റെല്ലാ മുസ്ലിയാക്കന്മാരും പാടിപ്പുകഴ്ത്തി നടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന ആള്, അയാളെക്കുറിച്ച് എന്തൊക്കെ കറാമത്തുകൾ അള്ളാഹു ഔലിയാക്കൾക്ക്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന ചില ആദരവുകളാണ്. അതൊന്നും ഇങ്ങനെ ഇവരെ പോലുള്ള ആളുകൾക്ക് പാടിപ്പറഞ്ഞ് നടക്കാൻ കിട്ടൂല. ഉണ്ടെങ്കിൽ തന്നെ അവർ പാടിപ്പറഞ്ഞ് നടക്കൂല. അത് മറ്റൊരു കാര്യം. ഉള്ളത് പറഞ്ഞവരാ കഞ്ഞൂടി മുട്ടുകയെ അത്രേ ഉള്ളൂ. ദീനുൽ ഇസ്ലാം ഒരു ബിസിനസ് സംരംഭമൊന്നുമല്ല. അതുകൊണ്ട് ഇല്ലാത്തതിൽ പറഞ്ഞാലേ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലും കിട്ടുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വന്നത്, ഖുതുബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതിനെങ്ങനെ തട്ടി നടന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഓരോ മുസ്ലിയാക്കന്മാർക്കും പേര് നൽകിക്കൊണ്ട് ഇല്ലാത്ത വമ്പും പറഞ്ഞു വല്ലാത്ത പോരിശയും പറഞ്ഞിട്ട് ഖബറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, താജുൽ ഉലമ, പിന്നെ റയീസുൽ ഉലമ അപ്പുറത്താണ്. എന്താണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കണക്കാണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണേ. ഇത് പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ കുത്തുബുലാലെന്നാണ്ടാക്കി മാറ്റുകയാണേ. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയണ്ട, നിങ്ങൾ തന്നെയാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിക്കും വ്യക്തമായി വൃത്തിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കേൾക്കാം അല്ലേ? പറയൂ. എന്ന് കുറേ വട്ടം പറയുമ്പോൾ മൂപ്പർക്കും തോന്നാ ഞാൻ ഖുതുബുസ്സമാൻ തന്നെയാണല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഓരോ സ്റ്റോപ്പിലും ഓരോ കുത്തുബുകളാണ് എന്നാണ് പറയുന്നത്. കുത്തുബുകളും ഖുതുബുൽ അഖ്താബുകളും തമ്മിലുള്ള അന്തരം അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഇന്ന് കാണുന്ന ഒരു വിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് ത്വരീഖത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറേ സമയം കളയും. നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിൻ്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. അതന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ത്വരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഖാദ്രിയാവട്ടെ, റിഫായി ആവട്ടെ, നക്ഷബന്ദി ആവട്ടെ, അല്ലെങ്കിൽ ചിസ്തി ആവട്ടെ, ഇനി തീജാനി ആവട്ടെ, ഏത് പിഴച്ച ത്വരീഖത്താണെങ്കിലും അതെല്ലാം ചെന്നെത്തുന്നത് ഷിയായിസത്തിലേക്കാണ്. ഇന്ന് എനിക്കൊരാൾ വിളിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ദാനിയേൽ നബീനെ കുറിച്ചിട്ടുള്ള ഒരു ഇബാറത്ത് അത് ഇമാം റാസിയുടെ ഗ്രന്ഥത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്. ഷിയാക്കൾ ഉണ്ടാക്കിയ നബിയാണത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുൻപ് മരിച്ചു പോയ ഒരു മനുഷ്യൻ്റെ ശവകുടീരം അത് മാന്തി എടുത്തപ്പോൾ, എന്തോ ഒരു ആവശ്യത്തിന് എടുക്കേണ്ടി വന്നപ്പോൾ അവിടെ ആ ശവമഞ്ചത്തിൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയേൽ എന്നുള്ള ഒരു രേഖപ്പെടുത്തിയത്. നബി ആണെന്നോ ഒന്നുമില്ല. അത് മാറ്റി ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മറ്റൊരു ഭാഗത്ത് കുഴിച്ചിടുകയും ചെയ്തു, അല്ലെങ്കിൽ മറവ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞു പോയതാണ്. എന്നാൽ
ഇമാം അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ ഷിയാക്കൾ എഴുതി കെട്ടിയുണ്ടാക്കിയ പിഴച്ച ഒരു കാര്യമാണ്, നിങ്ങൾ മരുഭൂമിയിൽ സിംഹത്തെ ഭയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദാനിയേലിനെ വിളിച്ചോന്നും പറഞ്ഞിട്ട് ഒരു ഇബാറത്ത്, കള്ള ഇബാറത്ത്, വാറോല, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഷിയായിസമാണ് ഇവരിലേക്ക് ഈ നടന്നെടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയാതെ വയ്യ. ഷിയായിസം എവിടെ നിന്നാണ് വന്നത്? ഷിയായിസം വന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ബോംബെയിൽ തമ്പടിച്ചിരുന്ന ഷാ കുടുംബം അവർ പിന്നീട് കൊണ്ടോട്ടിയിലേക്ക് എത്തുകയും ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് നടന്നല്ലോ, കുറേ ക്ലിപ്പുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ചെയ്യാം. അതിൽ ഷിയായിസം എന്താണെന്ന് വ്യക്തമായി കാണിക്കുന്ന അവരുടെ കൊടിക്കൂറയൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഷിയായിസം വന്നത് ഈ പറയപ്പെട്ട ഷാ കുടുംബത്തിലൂടെ, കൊണ്ടോട്ടി തങ്ങന്മാരിലൂടെയാണ് കേരളത്തിലേക്ക് വന്നത്. എന്നാൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും വന്നത് ഇവിടെ നൂറ്റാണ്ടുകൾ ഭരണം നടത്തിയിട്ടുള്ളത് മുഗൾ രാജവംശമായിരുന്നു. മുഗൾ രാജവംശത്തിൽ എല്ലാവരും ഒന്നും അഹ്ലുസുന്നയല്ല, ഷീ പാരമ്പര്യമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ചരിത്രം കുറേ പറഞ്ഞു പോകേണ്ടി വരും. എന്തായാലും കേരളത്തിലേക്ക് വന്നത് ഈ പറയപ്പെട്ട കൊണ്ടോട്ടി തങ്ങന്മാരിലൂടെയാണ്. എന്നാൽ കൊണ്ടോട്ടി തങ്ങന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഇസ്ലാമില്ലേ ഉണ്ട്, അഹ്ലുസുന്നയില്ലേ ഉണ്ട്. അത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമി കുടുംബം അവരുടെ ആ ഒരു പരമ്പരയിലൂടെ ഒക്കെ ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട്. അതിനു മുമ്പേയും ഇസ്ലാം കേരളത്തിലുണ്ട്. പിന്നെ അതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. പറഞ്ഞ ഒരുപാട് കാട് കയറിപ്പോവും. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട പൊന്നാനിക്കയ്യ് എന്നുള്ളത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അത് ഷാഫിഈ മദ്ഹബായിരുന്നു എന്ന് മാത്രം. അത് ഇബ്നു ഹജർ അൽ ഹൈതമി എന്നുള്ള ആ ഒരു വഴിക്ക് വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ പൊന്നാനിക്കയ്യും പിന്നീട് അത് അഹ്ലുസുന്നയാണ്. അപ്പുറത്തുള്ളത് കൊണ്ടോട്ടിക്കയ്യ്, അത് ഷിയായിസാണ്. ഈ ഷിയായിസത്തിൽ നിന്ന് പലതും ഇങ്ങോട്ടും, അഹ്ലുസുന്നയിൽ നിന്ന് പലതും അങ്ങോട്ടും, അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ള ഒരു സങ്കര വർഗ്ഗമാണിത്. ഇനി ഇത് മാത്രമാണോ? ഈ രണ്ട് കൂട്ടരും അല്ലാത്ത വേറൊരു കൂട്ടരുണ്ട്, ബറേൽവികൾ. ബറേൽവി ഹേ ഹൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോ കാണി. ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാണ്. ഞാൻ ബറേൽവി ആണ് എന്നുള്ളത് മൂപ്പരനെ സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് ബറേൽവികളുടെ വിശ്വാസം എന്താണെന്നൊക്കെ പ്രിയമുള്ളവരെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഗ്രാൻഡ് മുഫ്തി പട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അതൊരു സൂഫി സമ്മേളനത്തിൽ പറഞ്ഞാണ്. അവിടേക്കും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ബറേൽവിസവും ഷിയായിസവും പിന്നെ ഇസ്ലാമിൻ്റെ ഇസങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ എങ്ങനെയൊക്കെ വികൃതമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഷിയായിസം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഇസം കൊണ്ടും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇന്നും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇവരിൽ ഷിയായിസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്നറിയോ? അതൊക്കെ ഇത് കള്ളത്തൊരീകത്തുകാരൊക്കെ ഷിയായിസത്തിൻ്റെതാണെന്ന്. ഏതാപ്പോൾ ഒരു സത്യത്തൊരീകത്തുള്ളത്? ഈ കള്ളത്തൊരീകത്ത് എന്ന് പറഞ്ഞാൽ ത്വരീകത്തില്ലാതെ ഈ പിഴച്ച വാദങ്ങളില്ല, ഈ ആത്മീയ ചൂഷണങ്ങളില്ല. ഷിയായിസവും ബറേൽവി എന്നുള്ളതിനേക്കാൾ ഷിയായിസത്തിലാണ് ഈ ചൂഷണങ്ങളും ഈ മതം വിപണനവും വാണിഭവും ആത്മീയ വാണിഭവും ഓൺലൈൻ ആത്മീയ വാണിഭവും ഒക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷിയായിസവും ബറേൽവിസവും ഒക്കെ പാടെ ഇനി മറ്റു ഇതര മത വിശ്വാസങ്ങളും ഇവർ കടം കൊള്ളാറുണ്ട്, ഇവർ മാന്തിക്കൂട്ടാറുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഇതും തലയിലേറ്റിയും കൊണ്ട് നടക്കുകയാണ് ഇവർ. അല്ല, സംശയമൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഷിയാക്കൾ ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഷിയാക്കളുണ്ട്, പിഴച്ച ത്വരീകത്തൊക്കെ ഷിയായിസാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനി അത് വിളിച്ചു പറഞ്ഞിട്ടില്ലേ നമ്മളെ ആൾക്കാർ ഇത് സത്യം മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഷിയാക്കളുടെ വിശ്വാസമാണെന്ന്. നിങ്ങളുടെ അടുത്തുള്ളതും ഷിയാക്കളുടെ വിശ്വാസമാണ്. നിങ്ങൾ ഈ ഉമ്മത്തിന് മുമ്പിൽ നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഷിയ വിശ്വാസം തന്നെയാണ്. ബറേൽവിസവും ഉണ്ട്, മറ്റു ഇതര മത ആദർശങ്ങളും നിങ്ങൾ കടം കൊള്ളുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണിക്കാം. ഇപ്പോൾ തൽക്കാലം കുറച്ചും കൂടി അലവി സഖാഫി പറയട്ടെ. അലവി മുസ്ലിയാർ പറയും. ഷിയ എന്ന് പറയുന്ന നമ്മൾ ഷിയ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസ്ല് ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും.
അതന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ ഈ പിഴച്ച വിശ്വാസങ്ങളും ഈ ജാറ സംസ്കാരവും ഇതുപോലെയുള്ള ഈ കെട്ടടക്കം കെട്ടിനെ കുറ്റം പറയണ്ടെന്നൊക്കെ പറയലുണ്ടല്ലോ. ഷിയാക്കൾ കൊടുന്ന് തന്നേലെ ചെങ്ങൈമരങ്ങൾക്കിത് അല്ലേ? അറബ് വംശജർ അവരുടെ ആ ഒരു നാടിൻ്റെ ഒരു കാലാവസ്ഥയുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് അവർ പറിച്ചിരുന്നു. അതും നമ്മൾ 1-2 വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഷിയായിസമാണ് ഇവരുടെ ഈ ഒരു ഇതിനൊക്കെ കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നത്. അത് തന്നെയാണ് അലവി സക്കാഫിനോടും കൂട്ടരോടും ഇക്കണ്ട കാലമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ത്വരീഖത്തേര് മാത്രമല്ല, നിങ്ങൾക്ക് ത്വരീഖത്തില്ലാതെ ഷീസമില്ലാതെ വ്യാജ ആത്മീയതകളില്ല എന്നുള്ളതാണ്. ത്വരീഖത്തും ഷിയ ആദർശവും വിശ്വാസവും ഇല്ലാതെ നിങ്ങൾക്കും നിലനിൽപ്പില്ല. തെളിയിച്ചേരാ പറയും. കുറെ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു തരീക്കത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ ത്വരീക്കത്തുകളെ മുരട് ചെന്ന് എത്തുന്നത്. അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഷീഈ ഈ വേരുകളുള്ള ഒരു വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും. അവിടെ നിൽക്കി. ഇനി നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കണതന്നെയല്ലേ ഇപ്പോൾ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുണ്ടോട്ടി തങ്ങന്മാർ കൊടുന്ന ആ ഒരു ഷീ പാരമ്പര്യമുണ്ടല്ലോ, ഷീ ത്വരീഖത്തുണ്ടല്ലോ, ആ വിശ്വാസം ഉണ്ടല്ലോ, അത് പൊന്നാനി കയ്യെ ശക്തമായിട്ട് എതിർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് എവിടെ ആ എതിർപ്പ് എവിടെ? നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഷീ ആദർശത്തിലുള്ള അജ്മീർ ഖാജ, അതുപോലെ തന്നെ ആ അജ്മീറിൽ നിന്ന് പല വഴികളിലേക്ക് ഔലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ ജാറ സംസ്കാരം, ഇത് ഷീ പാരമ്പര്യമാണ് എന്നുള്ളതിൽ എത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് എവിടെയായിരുന്നു നിങ്ങൾ? ഇന്ന് നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നു. പൊന്നാനി കൈ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അവിടെ കുണ്ടോട്ടി കൈ എന്നുകൂടിയുണ്ട്. അത് ഇവര് ത്വരീഖത്തേരാക്കിയിട്ടാണ് മാറ്റിയത്. ആ ത്വരീഖത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ടോട്ടിയിൽ നടന്ന നേർച്ചയുടെ ചെറിയൊരു ഭാഗം കാണാം. അപ്പോൾ നിങ്ങൾക്കും ഷിയായിസത്തിൻ്റെ ഇതെന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ലഹരി എന്ന വിപത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിനായി നമുക്ക് അണിചേരാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ബാനർ ഉണ്ടല്ലോ, ആ ബാനറിൽ, ആ കൊടിയിൽ അല്ലെങ്കിൽ ബാനറിലൊക്കെ അവർ എഴുതിയിട്ടുള്ളത് യാ അലി, യാ ഹുസൈൻ, യാ ഹസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ഷിയാക്കളുടേതാണ്. ഷിയാക്കൾ പാടി കൊടുത്തതാണ് ഇവർക്ക്. പണ്ട് വബി ഹംസത്തും വത്തുബാഹിയാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അത് ആ പാട്ട് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലുണ്ട്, അതുപോലെ തന്നെ അലി റളിയല്ലാഹു ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹുണ്ട്, ഹസൻ റളിയല്ലാഹുണ്ട്, ഫാത്തിമ ബീവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു തേടുന്ന അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് അവർ ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് പലതും ഇവരെടുത്തിട്ടുണ്ട്, ഇവരിൽ നിന്ന് പലതും അവരും കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ഇതൊരു സങ്കര മതമാണ്, ഇതൊരു സങ്കര ഇസമാണ്. അതിൽ സംശയമൊന്നുമില്ല. കുറച്ചും കൂടി ഇദ്ദേഹം പറയട്ടെ. അങ്ങോട്ടാണ് നമ്മൾ ഈ ഏരിയയിലും ഇതിന്റെ പരിസരത്തും ഇവിടെ അങ്ങോട്ട് കേക്കോട്ട് തൃശ്ശൂർ കുറ്റിപ്പുറപ്പാലം കഴിഞ്ഞിട്ടുള്ളതും, തൃശ്ശൂർ എത്തിയാൽ തൃശ്ശൂർ തരീക്കത്ത്, അതിനപ്പുറം എറണാകുളം തരീക്കത്ത്, അമ്പലത്ത് ആലുവ തരീക്കത്ത്, അങ്ങനെ ഓരോ കേന്ദ്രത്തേക്കും ചേർത്തിട്ട് ഇഷ്ടംപോലെ തരീക്കത്തുകളാണ്. അതൊക്കെ ചെന്നെത്തുന്നതിൻ്റെ അടിസ്ഥാനം ഒരു ഷിയാ ചൊയയാണ് അതിനൊക്കെ ഉള്ളത്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പല വീഡിയോകളിലൂടെയും നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞതാണ്, നിങ്ങളുടെ ഈ സമസ്തയിസവും അതും ഷിയായിസത്തിലേക്ക് തന്നെയാണ്. എന്നാൽ ഷിയായിസം മാത്രമല്ല, അതിൽ ബറേൽവിസവുമുണ്ട്. ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ ഒരു ബറേൽവി സിദ്ധാന്തമുണ്ട്. അപ്പോൾ അതാണല്ലോ നമ്മൾ നേരത്തെ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ ഹം ബറേൽവി ഹേ ഹൂ എന്നൊക്കെ പറഞ്ഞത് അല്ലേ? അപ്പോൾ നിങ്ങൾ ബറേൽവികളുമാണ്, നിങ്ങൾ ഷിയാക്കളുമാണ്. എന്നാൽ നിങ്ങളെ ബറേൽവികളും പൂർണ്ണമായിട്ട് അംഗീകരിക്കൂല, ഷിയാക്കളും പൂർണ്ണമായിട്ട് അംഗീകരിക്കൂല. ഇവിടുത്തെ ഇതര മത ആദർശങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ.
നബിദിനം എന്ന് പറയുന്ന സാധനം അത് എവിടുന്ന് കൊണ്ടുവന്നതാണ്? ക്രിസ്തുമസ് എന്ന് പറയുന്ന ആഘോഷം, അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളിൽ ചില നവമികളും ചില കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഞങ്ങൾക്കും വേണം ഒരു ജന്മദിനാഘോഷം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ എഴുത്തിനിരുത്ത് നിങ്ങളും ഇപ്പോൾ തുടങ്ങിയിട്ടില്ലേ? അതുപോലെ വീട്ടിൽ കയറി താമസം, ഹൗസ് വാമിങ് അല്ലേ, കുടിയിരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിന് ആദ്യം അവിടെ തിളപ്പിക്കേണ്ടത് പാലാണ്. ആ പാല് തിളച്ചിട്ട് അതിങ്ങനെ തൂവിയിട്ട് അടുപ്പിലേക്കൊക്കെ പോകണം എന്നുള്ള പിഴച്ച ആ കാര്യം അത് നിങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ കന്നിമൂലയിൽ ക്ലോസറ്റ് പാടില്ല, കന്നിമൂലയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, അപ്പിടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കന്നിമൂല അത്രക്ക് വൃത്തിയിട്ടുകൊണ്ടാണോ അതോ കന്നിമൂലയുടെ പവിത്രതയാണോ ഈ വാസ്തുശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്? അതുപോലെ കുറ്റിയടിക്കുമ്പോൾ പാലുള്ള വൃക്ഷത്തിൻ്റെ മരം തന്നെ കുറ്റിയടിക്കണം. അത് ആശാരി അടിച്ചാലും വേണ്ടില്ല, മൂശാരി അടിച്ചാലും വേണ്ടില്ല. മൂശാരി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആശാരിമാരുണ്ട് ഇപ്പോൾ. ഇതൊക്കെ ഇതര മത വിഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ ഇനി പറഞ്ഞാൽ കുറേ ഉണ്ട് സഹോദരന്മാരെ. കനൽച്ചാട്ടം, തീയാട്ടം അല്ലേ, കനൽച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടില്ലേ? കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ചേർക്കാം. മറ്റൊന്ന്, വിജ്ഞാനം കുറയും. പണ്ഡിതന്മാര്, യഥാർത്ഥ പണ്ഡിതന്മാര് മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. വേറെ കുറെ പണ്ഡിതന്മാര് ദുഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദീനീ ഉലൂമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കില്ല, മറ്റു പല ഉദ്ദേശങ്ങളുമായിരിക്കും. പണ്ഡിതന്മാര് ദുഷിക്കും, അവർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി തീരും. നടക്കണ്ടേ ഇതൊക്കെ പുലരണ്ടേ? പിന്നെ നിങ്ങളും ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്ന ചിലതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട്. ചില നാട്ടിൽ നിന്നൊക്കെ ദീന് കൈകാര്യം ചെയ്യുന്ന ദീനീയ ഉലൂമുമായി ബന്ധപ്പെട്ടവരുമായി കേൾക്കുന്ന ചില വർത്തമാനങ്ങളും വാർത്തകളും. പക്ഷെ ഇത് പുലരണ്ടേന്ന് എനിക്ക് അപ്പൊ തോന്നും, ഇത് നടക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വൃത്തികെട്ടവര് ഹദീസ് പറയുന്നത് ശർറു മൻ തഹത അദീമിസ് സമാ എന്നാണ്. ആകാശത്തിന് താഴെയുള്ള ഏറ്റവും നികൃഷ്ടർ അവരായിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഷിയാക്കളിൽ നിന്ന് മാത്രമല്ല, ബറേൽവികളിൽ നിന്ന് മാത്രമല്ല. ഷിയാക്കൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചോടിക്കും. കാരണം ഷിയായിസത്തിൽ മറ്റു കുറേ ഇസങ്ങളും കൂടി കൂട്ടിക്കയറ്റിയിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന പവിത്ര മതം അതിൻ്റെ ലേബല് മാത്രമുണ്ട്. ബാക്കി അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളതെല്ലാം ഈ പറയപ്പെട്ട എല്ലാ ഇസങ്ങളും കൂടി കൂട്ടി പിഴിഞ്ഞെടുത്തൊരു നീരാണ്. അതിൻ്റെ പേരാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ പവിത്രമായ ആ ഒരു സംഭവം. കുറച്ചും കൂടി പറയട്ടെ. ഷിയായിസത്തിന്റെ ചേരുവകളില്ലാത്ത ഇത്തരം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് സംഭവം. അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് ഈ വീഡിയോക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്. ഷിയായിസം ഇല്ലാത്ത വ്യാജ ആത്മീയവാദികളില്ല എന്നുള്ളതാണ്. സത്യമാണത്. നിങ്ങളും അത് തന്നെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാജ ത്വരീകത്തുകാർ ചെയ്തിരുന്നതൊക്കെ നിങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പഠിക്കാത്തതായിട്ട് വ്യാജ ത്വരീകത്ത് നേരം കണ്ട് ഫ്ലൈറ്റ് പിടിച്ച് പോന്നിക്കല്ല, നിങ്ങളിലൂടെയാണത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ത്വരീകത്തില്ലാത്ത സമസ്ത തെളിയിക്കാൻ കഴിയുമോ? ഇരു സമസ്തയും ത്വരീകത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ ഖാദിരിയ ത്വരീകത്തിൻ്റെ ആ ഒരു വിഷയം ഒരു തങ്ങളെനിക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം നേരിട്ട് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ത്വരീകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സമസ്തകൾ ത്വരീകത്തില്ലാതെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്വരീകത്ത് വന്നത് മുഴുവൻ ഷിയായിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിൽ സമയമുണ്ടെങ്കിൽ ചേർക്കുക. കുറച്ചുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ത്വരീകത്ത് ഏത് മാർഗത്തിലാണ് വന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇല്ല, അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ സമയം ഇല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത്രേ ഉള്ളൂ. ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഈ പറയപ്പെട്ട അലവി സഖാഫി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും അടക്കം ഇവരൊക്കെ അഹ്ലുസുന്നയെ ഇകഴ്ത്തുവാനും മോശമായി ചിത്രീകരിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവർ അഹ്ലുസുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിന് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഉപ്പും ചാക്കിൽ പഞ്ചസാര എന്നെഴുതുക. അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിയായിസത്തിൻ്റെയും ബറേൽവിസത്തിൻ്റെയും മറ്റു മത ആദർശങ്ങൾ കൂടി നെഞ്ചേറ്റുന്ന ഒരു മനുഷ്യൻ്റെ ചാരിത്ര പ്രസംഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.
അവർ തന്നെ അവരെ ചെയ്യുന്ന കാര്യത്തെ, ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു വർഗീയ പ്രസ്ഥാനമുണ്ട്, ഒരു തീവ്രവാദ പ്രസ്ഥാനം. ഓലും മറ്റുള്ളവർക്ക് മേൽ വർഗീയതയും തീവ്രവാദവും ജിഹാദും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മേൽ ഇത് ആരോപിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടുക. സുന്നത്ത് ജമാഅത്തിൻ്റെ എന്താ ആദർശമാണ് ഇവരുടെ കയ്യിലുള്ളത്? പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഇജ്മാ, ഖിയാസ്, ഈ 4 കാര്യം അടിസ്ഥാനമാക്കിയിട്ട് ഇവർക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു പിഴച്ച വാദം, ഒരു ജാറ സംസ്കാരമോ ഒരു ആണ്ടോ ഉറൂസോ മൗലൂദോ അതുപോലെ തന്നെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. കണ്ണൂക്ക്, അടിയന്തരം എന്ന് പറഞ്ഞിട്ട് കുറേ ഇവർ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ചയാവട്ടെ, അമ്പകുന്ന് നേർച്ചയാവട്ടെ, ഏത് നേർച്ചയാവട്ടെ, ഇതൊന്ന് ഈ പ്രമാണം കൊണ്ട്, ഈ 4 പ്രമാണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പൊട്ടൻ്റെ ഒരു ഇബാർത്ത് എടുത്തിട്ട് വളഞ്ഞു മൂക്കുടിക്കും. എന്നിട്ട് ഇങ്ങോട്ട് ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞ് പാറച്ചേറാക്കും. സത്യത്തിൽ ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി പറയട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായി ബിദ്അതി, വഹാബി, മൗദൂദി, തബ്ലീഗാദി, ചേകന്നൂർ, ഖാദിയാനീസം മാത്രമല്ല, ആത്മീയതയുടെ ലോഹയണിഞ്ഞുകൊണ്ട് മഹാത്മാക്കളായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ, സാഹിബുൽ വക്തുകളും മുദബ്ബിറുൽ ആലമുകള് ആരെ പോയി പറഞ്ഞത്? ഇവിടെ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ട് കുത്തുബുൽ ആലം എന്നുള്ളത് മറ്റുള്ള പല ആളുകൾ ഇവർ പറയാറുണ്ട്. മുദബ്ബിറുൽ ആലം എന്ന് ഇവരുടെ ഷെയ്ഖ്, ഇയാളുടെ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ചിറ്റടിമേത്തൽ അബൂബക്കറിനെയാണ്. അപ്പോൾ അതും ഷിയായിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയല്ലേ ഈ പറഞ്ഞതിൽ? ഇതാണ് നാവ് ചതിക്കൂല ചെങ്ങായിമാരെ. പറയട്ടെ. അതുപോലെ തന്നെ കുത്തുബു സമാനുകളും കുത്തുബുൽ അഖ്താബുകളും അങ്ങനെ പല ജാതി പേരുകൾ പറഞ്ഞ് ഈ കുത്തുബുൽ ആലം, കുത്തുബുൽ അഖ്താബ്, അതുപോലെ തന്നെ കുത്തുബ് സമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പല തങ്ങന്മാർ അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് പല ആളുകളെയും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പലവലിയും പറയുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന അണ്ടനെ, ആട്ടങ്കോടനെ, അലവലാദിനെയും ഒക്കെ പറയുന്നുണ്ട്. ആപ്പയും കുറുന്തോട്ടിയും ഒക്കെ ഇപ്പോൾ ഇവർക്ക് കുത്തുബുലാലാണ്. എന്നാൽ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ആ പേരുകൾ നൽകിയിരുന്നുണ്ടല്ലോ, അതും ഷിയായിസായിരുന്നു. ഇപ്പോൾ ഇവർ ഏതെങ്കിലും അണ്ടനെ, ആട്ടങ്കോടനെയും പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്ന ചിലപ്പോൾ കുറച്ച് നല്ല മനുഷ്യന്മാരെ അവരെ പിടിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകളെയൊക്കെ കുത്തുബുൽ അഖ്താബ്, കുത്തുബുൽ ആലം അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു. മൂപ്പർ അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളോട് പറഞ്ഞ് പാടുമായിരുന്നു. പറയാം. മേനി നടിച്ച് നടക്കുന്ന കുറേ അധികം ആളുകൾ, അവരൊക്കെ പിശാചിന്റെ കെണിവലയിൽ പെട്ട് അതിൽ കിടന്ന് അമ്മാനമാടുന്ന, ആറാടുന്ന ആളുകളാണ് എന്ന തിരിച്ചറിവ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരു മിനിറ്റ്, ഞങ്ങൾക്കുണ്ട്. അഹ്ലുസുന്നയുടെ പ്രവർത്തകരായ ഞങ്ങൾക്ക് അതുള്ളതും കൊണ്ടാണ് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അജാതി പൊളിങ്ങാക്കൊരു വർത്താനൊന്നും പറയണ്ട. ആ കല്ലമ്പരിപ്പ് ആ അടുപ്പത്ത് നിന്നാണ് വാങ്ങി വെച്ചോളി. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന അവരുടെ അടുത്തുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ അടുത്തുള്ളതാണ്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണ്. നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ് അവർ വേറെ കുപ്പിയിലാക്കിയിട്ട് പുതിയ സാധനമായിട്ട് കൊണ്ടു കിടക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അലവി സക്കാഫിയെ ഇത് കേൾക്കുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മുൻപുള്ള വീഡിയോകളും ഇനി തുടർന്ന് വരുന്ന വീഡിയോകളും കേട്ടാൽ മനസ്സിലാവുന്നതാണ്. കുറച്ചുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ത്വരീഖത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടക്കം മുതൽ അത്തരം കക്ഷികളോട് പടപൊരുതി അവരെ ഇരുത്തിയതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് അത്തരം തരീഖ, ഒരു കാലത്ത് ഇവിടെ ഈ കേരളത്തെ തന്നെ, മുസ്ലിം കേരളത്തെ തന്നെ വിഴുങ്ങുമെന്ന് കരുതിയിരുന്ന പല തരീഖത്ത് ആത്മീയ പ്രസ്ഥാനങ്ങളും വ്യാജ പ്രസ്ഥാനങ്ങളും ഇവിടെ കഴിഞ്ഞു പോയതാ. ഇന്നൊന്നും അതിനെ കാണാൻ തന്നെ കാക്ക്. പേരിന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് ഇങ്ങനൊക്കെ ഒന്നുണ്ടായിരുന്നു. എന്താ കാരണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവക്കെതിരിൽ ആഞ്ഞടിച്ച് പടയോട്ടം നടത്തിയപ്പോൾ അവയൊക്കെ കടപുഴങ്ങി വീണു എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഗോളാണ്. സ്വന്തം പോസ്റ്റ് കടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗോളി മാറി നിൽക്കുകയാണ്. ആരാണ് ഗോളി? ഇവരൊക്കെ തന്നെയാണ് ഗോളി. ഇവരെ തന്നെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കള്ളത്തൊരീക്കത്ത്, നല്ല തൊരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ? കള്ളത്തൊരീക്കത്ത് ഒക്കെ, തൊരീക്കത്തുകളൊക്കെ കള്ളത്തൊരീക്കത്തുകളാണ്. അപ്പോൾ എന്താണ് തൊരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് വേഗം ഇതിൻ്റെ വൈൻഡപ്പിലേക്ക് പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും കാലശേഷം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്, അന്ന് നമ്മളിത് പലതവണ പറഞ്ഞാണ്, ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അന്ന് കിസ്രയുമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് എന്താണ് മുസ്ലിം പോരാളികളുടെ, അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും അതുപോലെ തന്നെ ആയുധബലം കുറവാണെങ്കിലും എന്താണെങ്കിലും അവരെപ്പോഴും വിജയിക്കുന്നത് കാണുമ്പോൾ കിസ്ര ആളുകളെ വിടുകയാണ് മുസ്ലിം പോരാളികളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇവർക്കിടയിലൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലായത് ഈ മുസ്ലിം പോരാളികൾക്ക്, ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെയുള്ള മുസ്ലിം പോരാളികൾക്ക് അവർക്കും അള്ളാഹുവിനുമിടയിൽ മറ്റൊരു ശക്തിയോ വ്യക്തിയോ ജിന്നോ മലക്കോ ഔലിയോ ഒന്നുമില്ല. അവരും അള്ളാഹു നേരിട്ടാണ് അവരുടെ കാര്യങ്ങൾ, അവരുടെ വിശ്വാസം അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അള്ളാഹുവുമായിട്ട്, അതായത് അടിമക്കും ഉടമക്കും ഇടയിൽ മാ ബൈന ഫിഹി എന്നുള്ള ആ ഒരു അവസ്ഥ, അടിമക്കും ഉടമയ്ക്കും ഇടയിൽ ഒന്നുമില്ലാത്തവനെ ആർക്കും ഒന്നും കൊണ്ടും ഭയപ്പെടുത്തുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയില്ല. അതല്ലേ നമ്മളെപ്പോലെയുള്ള സാധുക്കളൊക്കെ ഈ ഇരുന്ന് ഇത്രയും വലിയ കോമരങ്ങളോട് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന പിഴച്ച വിശ്വാസക്കാരോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും സഹോദരന്മാരെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അള്ളാഹുവിനും അടിമക്കും ഇടയിൽ ഒരു മറ, അതെന്താണ്? ഔലിയ, ശുഹദ, മറ്റുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരാളെ കൊണ്ടിട്ടാൽ അള്ളാഹുവിനും അടിമക്കും ഇടയിലുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസത്തിൽ ഭംഗം വരും. അവർക്ക് മനസ്സിൽ ഭയം നിറയും. അവരുടെ കാര്യസാധ്യത്തിന് അള്ളാഹു പോരാ, ഈ പറയപ്പെട്ട ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ ബെൻസുകാരും ഒക്കെ വേണം എന്നുള്ള ഒരവസ്ഥ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലേ? അപ്പോൾ അതിനെന്താണ് ഏറ്റവും നല്ല മാർഗം? ഒരു വിശ്വാസിയായൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു ത്വരീഖത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് ചില അദ്കാറുകളോ അല്ലെങ്കിൽ ആ ത്വരീഖത്തിൻ്റെ ഭാഗമായിട്ട് എന്താണോ അത് ഒരു മശായിഖ് വഴിയാണ് കിട്ടുന്നത്. ഈ കൊടുക്കുന്നത് ചിലപ്പോൾ ഖലീഫയായിരിക്കാം. അപ്പോൾ ഒരു മശായിഖ് എന്നുള്ളത് ഇവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ പിന്നീട് ഇങ്ങോട്ട് ഇവർക്ക് ഈ ത്വരീഖത്ത് കൊടുക്കുന്നത് വരെയുള്ള ആളുകൾ ഒരു സിൽസിലയൊക്കെയുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, ഇപ്പോൾ കണ്യാല മൗല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത് 4 ത്വരീഖത്താണ് കൊടുത്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും കൊടുത്തിരുന്ന ഖാദരി ത്വരീഖത്ത്, അതുപോലെ തന്നെ ചിസ്തി ത്വരീഖത്ത്, റിഫായി ത്വരീഖത്ത്, പിന്നെ നക്ഷബന്ദി പോലത്തെ ഒരു ത്വരീഖത്തുമാണ്. അതിലേറ്റവും കൂടുതലും ആളുകൾക്ക് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ മുസ്ലിയാക്കന്മാർ കുറച്ച് ഓതി പഠിച്ചവർക്കൊക്കെ ഖാദരിയും അതുപോലെ റിഫായും കൊടുക്കും. സാധാരണക്കാരായ ഈ സാധാ ജോലിയും കാര്യങ്ങളൊക്കെ അടുത്ത് നടക്കുന്ന ആളുകൾക്ക് കൂടുതലും ചിസ്തിയാണ് കൊടുക്കാറുള്ളത്. ഈ ചിസ്തി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് നമസ്കാര ശേഷം ചൊല്ലാനുള്ള കുറച്ച് അദ്കാറുകളും സ്വലാത്തും ഒക്കെയാണ്. എന്നാൽ അതിൽ അപകടം വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലാൻ പറയും. അത് ഫാത്തിഹ ചൊല്ലുന്നതൊക്കെ മശായിഖനാണ് ഫാത്തിഹ ചൊല്ലുക. പിന്നീട് പ്രതിസന്ധി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മൗലാനോട് പറഞ്ഞോന്ന് പറയും. ഇവരുടെ മശായിഖ് മൗല എന്നുള്ളത് അത് കണ്യാല മൗല എന്നിവർ വിളിക്കുന്ന അബ്ദുൽ ഹാജിയാണ്. ഈ അബ്ദുൽ ഹാജിയെ വിളിച്ചുകൊണ്ടാണ് പിന്നീട് ഇവർ പറയുന്നത്. അബ്ദുൽ ഹാജിയുടെ മൗല ആരാണ്? അബ്ദുൽ ഹാജിക്ക് വേറെ കുറേ സാലിഹ് മൗലയുണ്ട്. അതുപോലെ തന്നെ സാലിഹ് മൗലയുടെ മൗല ആരാണ്? അത് ജലാലുദ്ദീൻ മസ്താൻ തങ്ങൾ. അങ്ങനെ കുറേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചിസ്തിയിലേക്കാണ് എത്തുന്നത്. ചിസ്തി ആരാണ്? ഈ ചിസ്തി ത്വരീഖത്തിൻ്റെ ഉണ്ടോ പറയുന്നത്? ചിസ്തി മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന അജ്മീർ ഖാജയാണ്. പച്ച ഷിയാണല്ലേ. ഹയാത്ത് കാലത്ത് ഷിയായിസായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ആ ജാറത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ മൊയിനുദ്ദീൻ ചിസ്തി എന്നുള്ളത് ഷിയാണ്. ഈ ഇതിലൂടെ വന്ന ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? ഒരു മനുഷ്യൻ അള്ളാഹുവോട് നേർക്കുനേരുള്ള ആ മുനാജാത്ത് അതിൽ ഭംഗം വന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? മശായിഖ് നോക്കും. മശായിഖ് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കുന്നവരാണ്. മശായിഖിൻ്റെ അവസ്ഥ എന്താണ്? പിഴച്ച ഷിയ. ഇപ്പോൾ ഇവിടെ അലവി സഖാഫി പറഞ്ഞത് എന്താണ്? അത് തന്നെയല്ലേ ഈ പറയപ്പെട്ട ഖാദരി ത്വരീഖത്തില്ലാതെ ഒരു സമസ്തക്കും പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ അതിൻ്റെ വിശദീകരിച്ചുള്ള തെളിവ് ഇവിടെ കൊടുന്നേരാം. ത്വരീഖത്ത് ഏതുണ്ടോ അത് ജൂതന്മാർ ഷിയാക്കളിലൂടെ കൊണ്ടുവന്ന ആ ഒരു ഉൽപ്പന്നം അതിന്ന് സമസ്ത ഇസത്തിലൂടെ അത് പല ത്വരീഖത്തായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ 2 ത്വരീഖ്, അവർക്ക് സമസ്ത എന്ന് ഒരു സംഭവം വന്നപ്പോൾ ത്വരീഖത്ത് അതൊരു ത്വരീഖിൻ്റെ ഭാഗമായിട്ട് തന്നെ പോണത്, പിഴച്ച വിശ്വാസം തന്നെയാണ് അതിൽ പോണത്. ഇപ്പോൾ ഷിയായിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ത്വരീഖത്തിലൂടെ വരുന്ന എന്താണ്? അള്ളാഹുവിനും അടിമക്കും ഇടയിൽ ഒരു മശായിഖിനെ തിരികെ കയറ്റുക. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർ ഏതെങ്കിലും ഒരു ഔലിയനെ തിരികെ കയറ്റുക.
ആ തിരികെ കയറ്റുന്ന ഇവർ പറയും, ഒരു ഹദീസ് പറയാറുണ്ട്. എന്താണ് ഹദീസ് എന്നറിയോ? ഒരു മനുഷ്യന് ഒരു മഷായിഖില്ലെങ്കിൽ, മുറബിയായ ഷെയ്ഖില്ലെങ്കിൽ ഓൻ്റെ ഷെയ്ഖ് പിന്നെ ഇബ്ലീസാവെന്നും പറഞ്ഞിട്ട് ഇവർ ത്വരീഖത്തേക്ക് കൊണ്ടാക്കും. മുറബിയായ ഒരു ഷെയ്ഖ് വേണമെന്നും പറഞ്ഞിട്ടാണ് ഇവർ, അല്ലെങ്കിൽ ഇബ്ലീസാണ് എൻ്റെ ഷെയ്ഖ് എന്നും പറഞ്ഞിട്ടാണ് ഈ ത്വരീഖത്തിലേക്ക് കൊണ്ടാക്കുക. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മഷായിഖും ഈ പഴച്ചോനും, പഴച്ച മഷായിഖും ഈ ചെങ്ങായും കൂടി കൂടിയിട്ടായി പിന്നെ കെട്ടിമറിയൽ. പിന്നെ എന്തിനാണ് ചെങ്ങായിമാരെ? നിങ്ങൾ സി എമ്മിനെ വിളിച്ചോളി, അള്ളാൻ്റെ റസൂലിനെ വിളിച്ചോളിയും, ബദരീങ്ങളെ വിളിച്ചോളി എന്നും പറഞ്ഞിട്ട് ഏത് ഈ അലവി സക്കാഫി അടക്കമുള്ളവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, ഞാൻ അലവി സക്കാഫിക്ക് തൗഹീദ് കിട്ടിയെന്നാവേട്ടില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അവരുടെ വാദങ്ങൾക്ക് എതിരാണ് അദ്ദേഹം പറഞ്ഞത്. സെൽഫ് ഗോളായിരുന്നു, ട്രോൾ എന്ന് പറയുന്നില്ല, ഗോളായിരുന്നു അത്. അപ്പോൾ തൗഹീദ് കിട്ടിയെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുക. ഇല്ലെങ്കിൽ ഈ പിഴച്ച വിശ്വാസം നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി കൊണ്ടു നടക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ത്വരീഖത്തുകളെല്ലാം പഴച്ചതാണ്, സമസ്തയും ആ കൂട്ടത്തിലുള്ളതാണ് എന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ആകത്തുകയായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ അത് വിശദീകരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.